അപ്പോൾ ഇത് ഫുഡ് മേടിക്കാൻ മുപ്പത്തടം വരെ പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നാളെ തൊട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. വർക്കൗട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇനി തൊട്ട്. ഇന്ന് എന്താണേലും കുറച്ച് ഹെവി ആക്കാമെന്ന് വിചാരിച്ച് ഫുഡ്. സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഫ്രീ ടൈം ഒത്തിരി ഉണ്ട് വർക്കൗട്ട് ചെയ്യാൻ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ് സ്പോട്ട്, സ്ഥിര സ്പോട്ടാണ്, നല്ല ഫുഡ് കേട്ടോ. മുപ്പത്തടം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഇത്. എനിക്കൊരു ഫ്രൈഡ് റൈസും പൊണ്ടാട്ടിക്കൊരു നൂഡിൽസും പറഞ്ഞിട്ടുണ്ടേ. അവിടുന്ന് പാഴ്സൽ മേടിച്ച് നമ്മളിത് ജ്യൂസ് എന്തെങ്കിലും മേടിക്കാൻ പോവുകയാണ് കേട്ടോ ബേക്കറിയിലേക്ക്. എല്ലാം മേടിച്ച് ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് കേട്ടോ. നമ്മുടെ ചെറുക്കന് ഇത് ഇവിടെ കിടപ്പുണ്ട്, അതിൻ്റെ നമ്മുടെ കരളിരിപ്പുണ്ട് കേട്ടോ, നമ്മുടെ പൊണ്ടാട്ടി. പിന്നെ കുറച്ചാൾ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇട്ട വീഡിയോസിനൊക്കെ കുറച്ച് ക്ലാരിറ്റി പോരെന്ന് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊരു അഭിപ്രായം വന്നു കേട്ടോ. ഈഗോ അടിച്ചു, നേരെ പോയി ഒരു S300 Pro തന്നെ എടുത്തു കേട്ടോ. അടിപൊളി ഫോണാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ 2 കരിക്കും വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുപ്പി വരുന്ന കരിക്കും വെള്ളമാണ് കേട്ടോ. എറണാകുളകരിയിലൊക്കെ എഴുതി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല, ഇടുക്കിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കുപ്പിയിൽ കരിക്കും വെള്ളം. നമ്മളിത് ഒരു ചില്ലി ചിക്കനും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. നാളെ തൊട്ട് ഓട്സും മുട്ടയൊക്കെയാണ് മെയിൻ ഫുഡ്. അപ്പോൾ ഇന്ന് ഇച്ചിരി ഹെവി ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അത് വൈഫ് പ്ലേറ്റിലേക്ക് ആക്കുന്നുണ്ടല്ലോ. ഇതിനി കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങണം. പുതിയ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അതെല്ലാവരും കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.